മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. Hallelujah, Heavenly Father, in the mighty name of Jesus Christ, Daddy, we come to your presence, Papa. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന അപ്പാ, അങ്ങേ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. Hallelujah. Thank you, Jesus, for the wonderful presence, Daddy. കർത്താവേ റഹ്മത്ത് ഗ്രൂപ്പ് മീറ്റിംഗിനായി അപ്പനെ നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, അങ്ങൊരുക്കിയ മീറ്റിംഗിനായി എൻ്റെ അപ്പയെ നന്ദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ഇന്ന് രാത്രി ഞങ്ങൾ നടുവിൽ കർത്താവേ അങ്ങ് ചെയ്യാൻ പോതിനായി സ്തോത്രം. ഇത്രത്തോളം എന്നോനായി ഞങ്ങളെ നടത്തിയല്ലോ പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ ഇന്ന് കടന്നു വന്ന എല്ലാ മക്കളെ അപ്പ അനുഗ്രഹിക്കണമേ. കേൾക്കുന്ന വചനം ഇന്ന് രാത്രി ഞങ്ങളെ ക്രിയ ചെയ്യണമേ കർത്താവേ, ഞങ്ങളെ പണിയണമേ കർത്താവേ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ അപ്പ. ഞങ്ങളുടെ തലമുറകളെ സമർപ്പിക്കുന്ന അപ്പ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കടന്നു വരുന്ന അഭിഷിക്തനെ അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പ. ഓ അങ്ങയുടെ അഭിഷിക്തനെ ശക്തമായി ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ആലയിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ പദ്ധതികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബ്രേക്ക് ഇൻ ദി മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ അങ്ങ് ഇപ്പോൾ ഒരുക്കണമേ അപ്പ. ഓ നല്ല നിലത്ത് വീണ വിത്ത് പോലെ കർത്താവേ ഓരോ വചനങ്ങളെ ഞങ്ങളെ ക്രിയ ചെയ്യണം, ഞങ്ങളെ ട്രാൻസ്ഫോം ചെയ്യണമേ കർത്താവേ. ഓ രാമാനാര ശകരമ വചനങ്ങൾ ഇന്ന് രാത്രി ചില വാലിയ നടുവിൽ ആളിൽ ഞങ്ങൾ വിഷമിച്ച് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ ആ വചനങ്ങൾ കയറി വെട്ടണമേ കർത്താവേ. അത്തരാളമ വലിയ ഡെലിവറൻസുകൾ ഇന്ന് രാത്രി നടക്കണമേ കർത്താവേ. ജനത്തിന്റെ ഉള്ളിലെ എല്ലാ ഭയവും എല്ലാ കൺഫ്യൂഷൻസും എല്ലാ ഡൗട്ട്സും മാറിപ്പോകാൻ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. മാനസികമായി തകർന്നിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് രാത്രി നടക്കുന്നതിനാൽ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കാൻ പോകുന്നതിനാൽ ഞങ്ങളങ്ങെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഓ ചില പ്രിയ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ യാത്രയിലായിരിക്കുന്നു, ദൈവത്തിന്റെ അത്ഭുതക്കാരൻ കൂടെ ഇരിക്കണം. ഹോസ്പിറ്റലിലായിരിക്കുന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയോടെ നടക്കണം കർത്താവേ. ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഇത്രത്തോളം അങ്ങോട്ട് വിടുതൽ സൗഖ്യത്തിനാൽ എന്റെ അപ്പനെ നന്ദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്ത് കർത്താവേ. കടന്നു വരുവാനുള്ളവരെ പരിശുദ്ധാത്മാവ് വേഗം കൂട്ടി വരുത്തണമേ അപ്പ. അടിയനെ കുഞ്ഞിനെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. തിരക്കാ ഞങ്ങളെ കഴുകണമേ. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയാചനയെ അപ്പച്ചക്കിട്ട കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. നമുക്കൊരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഇന്ന് രാത്രി നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. ഓ വി ആർ ഗോയിങ് ടു ബി ഡെലിവേർഡ്. കർത്താവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിൽ കാണാൻ പോവുക. ഹല്ലേലൂയ. ദരബേശേകോ റസിഖാര ബരിതികോ റസിയ. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ
യേശുനാഥ അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേയല്ലാതെ ഒന്നിനെയും അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനദിയേ. സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ. നേസിக்கிறേ 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 യേശയ്യാ. നേസിக்கிறേ 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 യേശയ്യാ. ദിനവും യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരി. പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എന്നേശുനാഥ. ദൈവത്തോട് കൂടുതൽ വർഷം നടന്ന ഒരു ദൈവപുരുഷനെ നമുക്ക് ബൈബിളിൽ കാണാം. ആനോക്ക്. He pleased God. ദൈവത്തെ പ്രസാദിപ്പിച്ച ദൈവ പുരുഷനായിരുന്നു ഹാനോക്ക്. ഹല്ലേലൂയ. അപ്രകാരം നമ്മൾ ആയിരിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവമക്കളെ. ഹല്ലേലൂയ. ഓ റിക്കോ റസികാരാബ. ദൈവത്തെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും നമുക്ക് ഇരിക്കുവാൻ കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. മോശയോട് കർത്താവ് ചോദിച്ച എന്താണ് ദൈവത്തോട്? കർത്താവേ, അങ്ങയുടെ സാന്നിധ്യമില്ലാതെ എന്നെ അങ്ങ് അയക്കരുതേ. ഹല്ലേലൂയ. നമുക്ക് വേഗം ഇന്ന് കർത്താവ് തന്ന വചനത്തിലേക്ക് നമുക്ക് കടക്കാം. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ്. ജെറമ്യ ചാപ്റ്റർ 1:10. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ യിരെമ്യാ പ്രവചനം എഴുതിയിരിക്കുന്ന കാലഘട്ടം 630-580 BC ഇടയ്ക്കാണ്. ഹല്ലേലൂയ. ഇവിടെ യെരെമ്യാവിനെ നമുക്കറിയാം, യെരെമ്യാവ് പ്രവാചകനായിട്ട് കർത്താവ് വിളിച്ചു. ഹല്ലേലൂയ. എന്താ പറയാ, ജോഷിയ എന്ന് പറയുന്ന ആ ഒരു ആള് മരിച്ചിട്ട് ആ ജൂഡ നേഷൻ, ഹല്ലേലൂയ, അവിടുത്തെ ജനം ദൈവത്തെ വിട്ട്, ഹല്ലേലൂയ, അവർ അന്യ വിഗ്രഹാരാധനകളിലും മ്ലേച്ഛതകളിലും ആയിപ്പോയി. ഹല്ലേലൂയ. അവരെ തിരിച്ച് മാനസാന്തരപ്പെടുത്തി മടക്കി കൊണ്ടുവരുവാൻ ഇവിടെ സ്വർഗത്തിലെ കർത്താവ് യിരെമ്യാ പ്രവാചകനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ 6 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. ഹല്ലേലൂയ. നീ പോയി നിർമൂലമാക്കുക, പൊളിക്കുക, നശിപ്പിക്കുക, ഇടിച്ചു കളയുക, പണിയുക, നടുക. ഹല്ലേലൂയ. നമ്മൾ ഈ വാക്യങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ ഒരു
ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 6 കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ഡിവൈൻ അപ്പോയിന്റ് നമ്മൾ എല്ലാവരെയും കർത്താവ് വിളിച്ച് വേർതിരിച്ചതാണ്. വി ആർ കോൾഡ്, വി ആർ predestined, we are preordained. നമ്മളെല്ലാം കർത്താവ് ദൈവത്തിന്റെ പദ്ധതിക്കായി വിളിച്ചു വേർതിരിച്ചവരാണ്. ഹല്ലേലൂയ. ആ സ്പിരിച്വൽ ഹൈ അതോറിറ്റി നമ്മുടെ മേൽ സ്വർഗത്തിലെ കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ യെരമ്യാ പ്രവാചകൻ എന്താ പറയാ, വളരെ യൗവനക്കാരനായിരുന്നു. പക്ഷെ യെരമ്യാ പ്രവാചകന്റെ മേൽ വീണിരിക്കുന്ന കോളിംഗ് ഒരു ഹയർ കോളിംഗ് ആയിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഒരു കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത് നമ്മുടെ ഏജോ, നമ്മുടെ ക്വാളിഫിക്കേഷനോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും നോക്കിയിട്ടല്ല. ഹല്ലേലൂയ. ഇവിടെ യെരമ്യാവിനെ ദൈവം വിളിക്കുമ്പോൾ ഹല്ലേലൂയ യെരമ്യാ പ്രവാചകൻ പറയുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. ഹല്ലേലൂയ. എന്താ പറയാ, എന്നോട് ഒരു മിനിറ്റ് ഞാനത് വായിക്കട്ടെ. ഹല്ലേലൂയ. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയ അത് പറയാം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുന്നേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുന്നേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ യെരമ്യാ പ്രവാചകന്റെ മെയിൻ കോളിംഗ് അവിടെ സ്വർഗത്തിലെ കർത്താവ് ഹല്ലേലൂയ യെരമ്യാ പ്രവാചകനോട് പറയുകയാണ്. അപ്പോൾ യെരമ്യാ പ്രവാചകൻ തിരിച്ചു കൊടുക്കുന്ന മറുപടി ഇതാണ്: കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാനൊരു ബാലനല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യഹോവ എന്താണ് ആ പ്രവാചകനോട് പറഞ്ഞു? ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന എവരുടെ അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. ഹല്ലേലൂയ. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മളെ കർത്താവ് വിളിക്കുമ്പോൾ നമ്മളും ഇതുപോലുള്ള കുറെ കാരണങ്ങൾ പറയും. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ രോഗിയാണ്, ഞാൻ ബലഹീനതയുള്ളതാണ്, എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. കർത്താവ് നമ്മളെ ഒരു ദൗത്യത്തിന് വിളിക്കുമ്പോൾ ഹല്ലേലൂയ അതിനുള്ള കൃപയും അനോയിന്റ്മെന്റും നമുക്ക് തന്നിട്ടാണ് ദൈവമക്കളെ നമ്മളെ ദൈവം അയക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നിർമൂലമാക്കുക എന്ന് പറഞ്ഞു നമ്മൾ ആ ടോപ്പിക്കിൽ നിന്ന് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. നിർമൂലമാക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഒക്കെ വാഗ്ദത്തത്തിന് വിരോധമായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. മറഞ്ഞു കിടക്കുന്ന ചില കോട്ടകളുണ്ട്. നമ്മൾ സങ്കീർത്തനം 18:2 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 2 വായിക്കുമ്പോൾ, യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ നമ്മൾ ഇങ്ങനെ പലതും, നമ്മുടെ കർത്താവ് നമ്മുടെ കോട്ടയാണ്, നമ്മുടെ പരിചയമാണ്, നമ്മുടെ പാറയാണ്, എല്ലാമാണ്. നമ്മുടെ എന്താ പറയാ, എല്ലാ ബലഹീനതകളിലും നമുക്ക് ഓടി ഒളിക്കാൻ കഴിയുന്ന ഒരു പാറയാണ് സ്വർഗത്തിലെ കർത്താവ്. നമുക്ക് അഭയം പ്രാപിക്കാൻ പറ്റുന്ന കോട്ടയാണ് നമ്മുടെ സ്വർഗത്തിലെ കർത്താവ്. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ ഒരു ദൗത്യം ഇതാണ്: നമ്മുടെ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കാൻ നമുക്കെതിരെ ശത്രുവിടുന്ന ചില കോട്ടകളുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനം 6:12 പഠിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ കോട്ടകളെ ഇടിപ്പാൻ തക്ക ശക്തിയുള്ള ആത്മീയ ആയുധങ്ങളാണെന്നും ഇവിടെ എഴുതിയിരിക്കുന്നു. എന്താണ് അവിടെ? ഇതാണ് നമ്മുടെ ദൈവസന ശക്തിയുള്ള, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗ ലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും ആണ് എന്ന് ഇവിടെ പൗലോസ് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ചില ഹല്ലേലൂയ
കോട്ടകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാഗ്ദത്തം പ്രാപിപ്പാൻ തടസ്സമായി നിൽക്കുന്ന, നമ്മുടെ നന്മ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ നിൽക്കുന്ന ചില കോട്ടകളെ നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ ഇടിക്കണം. അത് ഇടിക്കാതെ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിലെ പല മേഖലകളെ നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മൾ നിറവേറാത്തത്, ദൈവത്തിന്റെ പല നന്മകളും നമുക്ക് പ്രാപിക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവങ്ങളെ നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. നമ്മളെ ദൃശ്യമണ്ഡലത്തിൽ നമ്മൾ പോരാടുന്ന പല വിഷയങ്ങളുടെയും ഹല്ലേലൂയ മെയിൻ റീസൺ അദൃശ്യ മണ്ഡലത്തിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളത് സ്പിരിച്വൽ വാർഫെയർ ചെയ്ത് വേണം. നമ്മൾ ഇടയ്ക്ക് ഞാനൊരു വാർഫെയറിന് പോയിരുന്നു, സ്പിരിച്വൽ വാർഫെയർ. ആ ദേശത്തിന്റെ ശക്തികൾക്കെതിരെയുള്ള ഒരു വാർഫെയർ ആയിരുന്നു. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറയുടെ മേൽ, നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ എല്ലാം അദൃശ്യ മണ്ഡലത്തിൽ ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ മാർക്കോസ് സുവിശേഷം, ഞാൻ സ്പീഡിൽ പോകാൻ സമയമാകുമ്പോ, മാർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം, അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു. അവരവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഹല്ലേലൂയ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് വിരോധമായി ആഞ്ഞടിക്കുന്ന കാറ്റിനെ, ഹല്ലേലൂയ, റികാലാബ്രാസ്യ, ചുഴലിക്കാറ്റിനെ, ഹല്ലേലൂയ, ചില തിരകളെ, ഹല്ലേലൂയ, റികാലാബസ്യ, നമ്മുടെ പടക് മുങ്ങുമാർ നമ്മളെ ഹല്ലേലൂയ ശല്യപ്പെടുത്തുന്ന ദുഷ്ട ശക്തികളുടെ മേൽ ഇന്ന് രാത്രി നമ്മൾ കൽപ്പിക്കുക, കാറ്റ്, കടലെ നീ ശാന്തമാകുക, ഹല്ലേലൂയ, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക, ഹല്ലേലൂയ, കാറ്റ് അമരുക. ഉദാരക ദിവസ്യ വികാരവസന്തര. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വാഗ്ദത്തം പ്രാപിപ്പാൻ തടസ്സമായി നിൽക്കുന്ന സകല ദുഷ്ടന്റെ പദ്ധതികളെ, അവന്റെ തന്ത്രങ്ങളെ, ഹല്ലേലൂയ, തലമുറകൾക്കെതിരായിട്ടില്ല ഞങ്ങളുടെ നന്മയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ ശക്തികളെ, ഹല്ലേലൂയ, ഓ കാറ്റ് അടങ്ങ, കടലെ ശാന്തമാക. കുദാരക സന്തര ദൈവശക്തി ആ വിഷയത്തിന് മേൽ ഇപ്പോൾ വ്യാപരിക്കുന്നു. കുദാരക ദിവസ്യ റീമാരവശന്തരവേ, ഹല്ലേലൂയ, റികാരവസ്യ, ഓ റികോറസ്യ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഉപവസിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഓ റികോറസ്യ. എന്തുകൊണ്ടാണ് ചില വിഷയങ്ങളുടെ നടുവിൽ നമുക്ക് വിടുതൽ ലഭിക്കാത്തത്? ഹല്ലേലൂയ. നമ്മൾ ആ സ്ട്രോങ് ഹോൾസിനെ നമ്മൾ ഇടിക്കണം. ഹല്ലേലൂയ. അതിനെ നിർമൂലമാക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, എരിഹോ മതിൽ അല്ലെ, ഹല്ലേലൂയ, ആ എരിഹോ മതിലിന്റെ അവിടെ ഹല്ലേലൂയ ആ ജനത്തോട് ദൈവം എന്താണ് പറഞ്ഞത്? ഇസ്രായേലിന്റെ ദൈവം വാഗ്ദത്തം നൽകിയ ഒന്നായിരുന്നു അവർക്ക് എരിഹോ മതിൽ കൊടുക്കുമെന്നുള്ളത്. ഹല്ലേലൂയ. അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇത് നമ്മൾ പഠിക്കുവാണെങ്കിൽ ഈ എരിഹോ മതിലിന്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഇവരുടെ വാഗ്ദത്ത ദേശമായ കനാൻ കിടക്കുന്നത്. അപ്പൊ ഈ എരിഹോ മതിൽ ഇടിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ വാഗ്ദത്ത ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തിന് കടക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, റികാരാബ്രസ്യ, ഹല്ലേലൂയ. ആ വൻമതിൽ എന്താ പറയാ, വാതിലുകൾ അടച്ചുപൂട്ടി അത് തുറക്കാൻ പറ്റാത്ത വിധം ആ മതിൽ പൊങ്ങി നിന്നു. ഹല്ലേലൂയ. ശത്രു എന്താ പറയാ അടച്ചതുപോലെ ആ വാഗ്ദത്തത്തിലേക്ക് അവർക്ക് കയറാൻ പറ്റാതെ, ദൈവിക വാഗ്ദത്തങ്ങളുടെ അവകാശങ്ങൾക്ക് കയറാൻ പറ്റാതെ ഇസ്രായേൽ ജനം അവിടെ നിന്ന സമയത്ത് കർത്താവ് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഹല്ലേലൂയ. അവരോട് 7 ദിവസം ആ മതിലിന് ചുറ്റും നടക്കാൻ പറഞ്ഞു, മിണ്ടാതെ നടക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. 7ാമത്തെ പ്രാവശ്യം 7 പ്രാവശ്യം ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗം വായിക്കാം. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ്. ഹല്ലേലൂയ. യോശുവ 6:1.
എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചു ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ എരിഹോവിനെയും അതിന്റെ രാജാവിനെ യുദ്ധൻ വീരന്മാരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവസാന ദിവസം ഹല്ലേലൂയ അവര് ആ മതിൽ ചുറ്റി നടന്നപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി, അവരെ ഒന്നും ചെയ്തില്ല. അവരോട് കാഹളം ഊതാൻ പറഞ്ഞു. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി, ദൈവം അവരോട് കൂടെ നിന്നാണ് ആ യുദ്ധം അവർ ജയിക്കുവാൻ ഇടയായി. ദൈവമക്കളെ ഹല്ലേലൂയ. അവരുടെ തൊട്ടടുത്ത് കിടക്കുന്നത് ആ വാഗ്ദത്ത ദേശം, ഈ എരിഹോ മതിൽ ഇടിഞ്ഞു വീണപ്പോൾ അവർക്ക് കയറാൻ കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും പല വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ നമ്മൾ എന്താ പറയാ, ശക്തിയോടെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. ശക്തിയോടെ നമ്മൾ ആരാധിക്കുമ്പോൾ വൻ മതിലുകൾ ഇടിയാൻ ഇടയാകും. ഹല്ലേലൂയ. നമുക്കറിയാം പലപ്പോഴും നമ്മളെ പഴയ നിയമം മുഴുവൻ പഠിച്ചാൽ അവർ മരുഭൂമിയിൽ നിന്ന് മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നു. അവിടെ അവർക്ക് ഹല്ലേലൂയ കർത്താവ് തന്റെ വലിയ സൈന്യത്തെ മേഘസ്തംഭമായി അഗ്നിത്തൂണായി അവരെ എന്താ മുൻപും പിൻപും അവർക്ക് കാവലാക്കി നിർത്ത് ആ ശത്രുവിനെ ജയിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് സഹായിച്ചു. ഇവിടെയും നമ്മൾ എരിഹോ മതിലിന്റെ കാര്യം വരും. നമ്മൾ ഒരു ക്രിക്കറ്റ് കളി കണ്ടാൽ നമുക്കറിയാം, അതിനകത്ത് 11 പ്ലെയേഴ്സ് ഉണ്ടാവും അല്ലെ. അതില് ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നത് 2 പേര് കളത്തിൽ കളിച്ചോണ്ടിരിക്കും, ബാക്കിയുള്ള ഒരു ഗാലറി ഇരിക്കുക അല്ലെ. ഹല്ലേലൂയ. ആ 2 പേര് കളിച്ചത് കൊണ്ട് ആ കളി ജയിച്ചു വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ആർക്കാണ് പോകുന്നത്? അവര് പറയും ഞങ്ങളുടെ ടീം ജയിച്ചു അല്ലെ. നമ്മൾ അങ്ങനെ കർത്താവിനോട് നമ്മളെ സബ്മിസീവായി നമ്മളെ സമർപ്പിച്ച്, കർത്താവെ ഈ യുദ്ധം നേരിടാൻ എനിക്ക് കഴിയത്തില്ല, അങ്ങയുടെ ശക്തി എന്റെ മേൽ പകരണം, അങ്ങനോട് കൂടെ ഇരുന്ന് ഈ യുദ്ധത്തെ ജയിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പറയുന്നു. ഹല്ലേലൂയ. മെയിൻ ആയിട്ട് നമ്മുടെ സ്ട്രോങ് ഹോൾഡ്സ് ഒരുപാടുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. കുറച്ച് സമയം ഞാൻ വേഗം പറഞ്ഞു പോകാം. നമ്മുടെ ഉള്ളിൽ നിരാശ കൊണ്ടുവരും. കുറെ നാളെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരും, നിരാശ വരും. ഹല്ലേലൂയ. നമ്മുടെ പലവിധമായിട്ടുള്ള നമ്മുടെ സോളിലുള്ള കുറെ ജഡിക സ്വഭാവങ്ങൾ, ഇതെല്ലാം സ്ട്രോങ് ഹോൾഡ്സ് ആണ്. നമ്മൾ വിചാരിക്കും ഒരു ശത്രു നമുക്കെതിരായി നിൽക്കുന്ന ഏതോ ഒരു വ്യക്തിയാണ് മെയിൻ ആയിട്ടുള്ള സ്ട്രോങ് ഹോൾഡ് എന്നല്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന സ്ട്രോങ് ഹോൾഡ്സ് ഹല്ലേലൂയ നമുക്ക് തന്നെ അറിയാം. നമ്മുടെ വിദ്വേഷം, കയ്പ്, മറ്റുള്ളവർ ക്ഷമിക്കാത്ത കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഹല്ലേലൂയ നമ്മൾ ഇടിച്ചു കളയണം. അത് പരിശുദ്ധാത്മാവിനാലുള്ള പ്രാർത്ഥനയാലാണ് നമ്മൾ അതിനെ ഇടിച്ച് മാറ്റണം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വിഷയങ്ങൾക്ക് മറുപടി വരാനാകുമ്പോൾ നമ്മൾ ആ വിഷയം പ്രാർത്ഥിക്കത്തില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു മടുപ്പും നിരാശയും. ഒരുപാട് പേരെടുത്ത് വിഷയം പറഞ്ഞു, എങ്കിലും ഹല്ലേലൂയ നടക്കാതെ വരുമ്പോൾ നമ്മൾ ഓർക്കണം, എവിടെയൊക്കെയോ എനിക്ക് ജയിക്കാനുണ്ട്. ഹല്ലേലൂയ. എവിടെയൊക്കെയോ എനിക്ക് സ്ട്രോങ് ഹോൾഡ്സ് ഉണ്ട്. ഹല്ലേലൂയ. അതിനെ നമ്മൾ തന്നെ, ഒരു ദേവദാസനും എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ദൈവമക്കളെ. നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ ഏറ്റുപറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ. നമ്മളൊരു മരം നട്ടാൽ അതിനെ വെട്ടിയാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് അതൊന്ന് ജസ്റ്റ് വെട്ടിവിടും. പക്ഷെ അതിന്റെ ഭാഗം റൂട്ട് അവിടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അത് പിന്നും വളർന്നു വരും. അതുകൊണ്ട് എപ്പോഴും ഇതിനെയൊക്കെ റൂട്ടോടെ പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനയാലും ഉപവാസത്താലും നമ്മൾ ഇതിനെ റൂട്ടോടെ എടുത്തു കളയുവാണെങ്കിൽ ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ അറിയാം, മിസ്രയീമ്യർക്ക് വന്ന 10 ബാധകൾ ഇനി ഒരിക്കലും അവർക്ക് വരില്ല എന്ന് പറഞ്ഞതുപോലെ ഈ സ്ട്രോങ് ഹോൾഡ്സ് ഒന്നും നമ്മുടെ മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തെ നമ്മളെ അറ്റാക്ക് ചെയ്യത്തില്ല. 2 കൊരിന്ത്യർ 10:4-5-6 വാക്യങ്ങൾ വായിക്കാം. 2 Corinthians 10th അധ്യായത്തിന്റെ 4-5-6. ഞങ്ങളുടെ നമ്മൾ വായിച്ച മാതിരി ഞങ്ങൾ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി പൊങ്ങുന്ന
എല്ലാ ചിന്തകളെ നമ്മൾ ഇടിച്ചു കളയണം. ഹല്ലേലൂയ. റികാരാബരാസ്യ. നമുക്കറിയാം നമ്മുടെ ഉള്ളില് ബോഡി, സോൾ, സ്പിരിറ്റ് ഉണ്ട് അല്ലെ. സോളിനകത്ത് നമുക്കറിയാം നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമുക്ക് 2 തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വരും. ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ വശം പറയുവാണ്, സമയമില്ലാത്തതുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം സ്പിരിറ്റിൽ നിന്ന് വരുന്ന ഡിസിഷൻ എന്താണ്, സോളിൽ നിന്ന് വരുന്ന ഡിസിഷൻ എന്താണ്. അത് രണ്ടും വിവേചിച്ചറിയുവാൻ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സഹായം എടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ വിവേചിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. ഒരു കാര്യവും ദൈവപൈതൽ ചാടിക്കേറി ചെയ്യരുത്. ഹല്ലേലൂയ. ആ വിഷയമായിട്ട് ദൈവസന്നിധി ഒരു ദേവദാസന് എടുക്കാൻ നമ്മൾ പോകണ്ട, നമ്മൾ തന്നെ ആ വിഷയത്തിന് വേണ്ടിയിട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കുക. ഹല്ലേലൂയ. കർത്താവേ, വിഷയത്തിന്റെ മേൽ ഞാൻ എന്ത് തീരുമാനം എടുക്കണം? ഹല്ലേലൂയ. കർത്താവേ, എനിക്കത് വെളിപ്പെടുത്തി തരണമേ. ചിലപ്പോൾ നമ്മളത് ബൈബിള് വായിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് പാടുമ്പോൾ അതിന്റെ ഈരടിയിൽ എവിടെയെങ്കിലും ആയിരിക്കും പരിശുദ്ധാത്മാവ് ആ വിഷയത്തിന്റെ മേൽ നമ്മളോട് ഇടപെടും. ദൈവമക്കളെ, ഹല്ലേലൂയ. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഓരോ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളെ നമ്മൾ അങ്ങനെ ജയിക്കുക. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനത്തിൽ ഇങ്ങനെയാണ്, നിങ്ങൾ സങ്കല്പങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മൾ അപ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്ന പല നന്മകളും നമ്മുടെ കരങ്ങളിലേക്ക് വരും. കർത്താവെ, വശം കേട്ട ദൈവം മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ ക്രിസ്തുവിനുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കിയിട്ട് ആ കോട്ടകളെ പിടിച്ചടക്കുവാൻ ജാലിയായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓ റിക്കോ റസി, ദിവസങ്ങൾ ശത്രുവിന്റെ കോട്ടകളെ ഇടിച്ച് ഹല്ലേലൂയ. ഓ റിക്കോ, കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകൾ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ. ഓ രാമാന ശകരബ, ഞങ്ങളുടെ വിചാരങ്ങൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ നാവിലൂടുന്ന വാക്കുകൾ കർത്താവെ ഞങ്ങളുടെ പരിജ്ഞാനത്തിന് വിരോധമായി ഉള്ള എല്ലാ വാക്കുകളെയും ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഓ റിക്കോ റസ്യ അതിനെല്ലാം ക്യാൻസൽ ചെയ്ത് കർത്താവിന്റെ വചനത്തോട് അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ, സകലത്തെ ജയിക്കുവാൻ, ഹല്ലേലൂയ, എല്ലാ സ്ട്രോങ് ഹോൾസിനെ ഇടിക്കുവാൻ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഓ രാമാനാരാമ ശകലബ, ഞങ്ങൾ തളർന്നു പോകുന്നവരായിട്ടല്ല കർത്താവേ. ഓ രാമാ ശേഖോ റസ്യ, ഞങ്ങൾ നന്മ പ്രാപിക്കും, ഞങ്ങൾ അത്ഭുതങ്ങൾ കാണും. ഈ ദിവസങ്ങൾ ഞങ്ങൾ വാഗ്ദത്തത്തിലേക്ക് ഞങ്ങൾ കയറും. ഹല്ലേലൂയ. ഈ വർഷങ്ങളാത്തെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ സകല പ്രാർത്ഥനയെ യാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. സാധു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചിരുന്ന യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. May God bless you all.